പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അനുലാൽ. ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ തിരുഹൃദയ ദേവാലയ ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനും ഈശോ നൽകിയ കൃപകൾക്കും ദൈവപിതാവിൻ്റെ കാരുണ്യത്തിനും നന്ദി പറയുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ദൈവാനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഞാൻ 2023 ഓഗസ്റ്റ് 28 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം 4ാമത്തെ പുതുക്കലായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ. അതിനുശേഷം ഞാൻ വിദേശത്ത് പോവുകയാണ്, ഗൾഫിൽ ജോലിക്ക് പോവുകയായിരുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതിന് മുൻപിലുള്ള അനുഭവങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ശേഷമുണ്ടായ അനുഭവങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ അനുഭവങ്ങൾ രോഗസൗഖ്യത്തിൻ്റേതാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ, പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന, വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ചുമ, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ അസുഖം 2 ആഴ്ച മിനിമം അത് നിൽക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഉടമ്പടി തേനിൻ്റെ ഉപയോഗം, അതുപോലെ ഉടമ്പടി ഉപ്പിൻ്റെ ഉപയോഗത്താൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്കതിന് സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന ഒച്ചയടപ്പ് പ്രശ്നങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ വൈറൽ ഇൻഫെക്ഷനായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ 1 മാസത്തോളം ഒച്ചയടപ്പ് ബാധിച്ച് ജോലി ചെയ്യാനാവാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടാകും. പ്രത്യേകിച്ച് ഞാൻ അധ്യാപന മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ജോലി ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ 1 മാസത്തോളം, ആഴ്ചകളോളം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹപ്രവർത്തകരുടെ ഇടയിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ആ തൊണ്ടയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലം ഉണ്ടാവാതെ ഉടമ്പടി തേനിൻ്റെയും ഉടമ്പടി ഉപ്പിൻ്റെ ഉപയോഗത്താൽ എനിക്ക് രോഗസൗഖ്യം ലഭിക്കുകയും ഞാൻ സുരക്ഷിതനായിരിക്കുകയും ചെയ്തു എന്നതാണ് ആദ്യമായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൂടാതെ അടുത്ത ഒരു സാക്ഷ്യമായി പറയാനുള്ളത്, കഴിഞ്ഞ ഒക്ടോബർ 25 ജപമാല റാലി നടക്കുന്ന സമയത്ത്, ആ സമയത്ത് ഞാൻ ഗൾഫിലാണ്. ആ സമയത്ത് ഓൺലൈനായി ഈ ജപമാല റാലിയിൽ ശനിയാഴ്ച എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഞാനവിടെ വീട്ടിലിരുന്ന് ജപമാല ചൊല്ലുകയായിരുന്നു. വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ജപമാല റാലിയുടെ അവസാനം ജോസഫ് അച്ഛൻ്റെ ഒരു രോഗസൗഖ്യ ധ്യാനം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമായിരുന്നു പിത്താശയത്തിലെ കല്ലുകൊണ്ടുണ്ടാകുന്ന അതികഠിനമായ വേദന. അപ്പോൾ ഇരിക്കുമ്പോഴും, ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ പോലും ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ റൈറ്റ് സൈഡിലുള്ള വാരിയലിൻ്റെ താഴെയായി അതികഠിനമായ വേദനയാണ് അനുഭവപ്പെടുക. അസ്വസ്ഥതയാണത്. അപ്പോൾ ആ ഒരു അസ്വസ്ഥതയിൽ ഒരുപാട് നാളുകളെ എന്ത് മരുന്ന് കഴിക്കണമെന്നറിയില്ല, ഏത് ഡോക്ടറെ കാണണമെന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വിദേശത്ത് പോകുന്നത്. വീട്ടിലറിയിക്കാനാണെങ്കിൽ അതും ബുദ്ധിമുട്ട്. അവരോട് ഞാൻ വളരെ ലഘൂകരിച്ച് കാര്യങ്ങൾ പറയുമെങ്കിലും എൻ്റെ രോഗാവസ്ഥ വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ജപമാല റാലി സംഭവിക്കുന്നത്. ഞാൻ പങ്കെടുക്കുന്നു. രോഗസൗഖ്യ ധ്യാനം അങ്ങനെ ഞാൻ പങ്കെടുക്കുന്നു. ആ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നു, നിങ്ങളുടെ അസുഖമുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ. ആ നിമിഷം തന്നെ അതികഠിനമായ വേദന ഇല്ലാതാവുന്ന വലിയൊരു അനുഭവം എനിക്കുണ്ടായി. ഇതിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ആ സ്ഥലത്ത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശിട്ട് എല്ലാ ദിവസവും രാത്രി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റൊരു ആരോഗ്യ പ്രശ്നം എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായത്, എൻ്റെ സ്പ്ലീൻ എൻലാർജ് ചെയ്തിരിക്കുകയാണ് എന്ന ഒരു സ്കാനിങ് റിപ്പോർട്ടായിരുന്നു. കഴിഞ്ഞ തവണ വിദേശത്ത് പോകുന്നതിന് മുമ്പായി ചെറിയ തോതിൽ ബിലിറൂബിൻ കൂടിയതുകൊണ്ട് എന്താണ് കാരണം എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് സ്കാൻ ചെയ്തത്. അങ്ങനെയാണ് ഇത് കാണുന്നത്. അതുപോലെ രക്തക്കുഴലുകൾ അതിൻ്റെ മുകളിൽ, സ്പ്ലീനിൻ്റെ മുകളിൽ കുറച്ച് തടിച്ചിട്ടാണ് എന്നൊക്കെയുള്ള വലിയ ഒരു സ്കാനിങ് റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് തൽക്കാലം ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ അത് മനസ്സിലെപ്പോഴും ഒരു ഭീതിയായി നിലകൊണ്ടിരുന്നു. അപ്പോൾ അവിടെയും ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് കുരിശിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ മറ്റ് ചില വീക്കങ്ങളുള്ള പ്രദേശങ്ങളിലും. പക്ഷേ ഈ വർഷം 1 വർഷം തുടർച്ചയായി ഉടമ്പടി തൈലം ഞാൻ കുരിശിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോഴും ഞാനത് ചെയ്യുന്നുണ്ട്.
ഈ വർഷം കഴിഞ്ഞ ദിവസം ഞാൻ സ്കാൻ ചെയ്തു. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ സ്പ്ലീനിൻ്റെ വീക്കം വളരെ നോർമലാണ്. അങ്ങനെ വീക്കമേ ഇല്ല. ആരോഗ്യകരമായ ഒരു സ്പ്ലീൻ എങ്ങനെയാണോ അതുപോലെയാണ് ഇരിക്കുന്നതെന്ന് ഏത് സ്കാനിങ് സെൻറ്ററിലാണ് എനിക്ക് ആ റിപ്പോർട്ട് തന്നത്, അവിടെ നിന്ന് തന്നെ എനിക്ക് ഇത്തരത്തിൽ വളരെ നല്ലൊരു റിപ്പോർട്ട് ലഭിച്ചു, മാതാവ് നേടിത്തന്നു. അതുപോലെ തന്നെ മറ്റൊരു എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ രോഗസൗഖ്യങ്ങൾ കൂടാതെ തന്നെ നിരവധി തവണ സാധാരണ വരുന്ന ഫ്ലൂ, പനി, അത്തരം കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഉടമ്പടി തൈലം ആശ്രയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി തേൻ, ഉപ്പ് ആശ്രയിക്കാറുണ്ട്. ഉടമ്പടി ഉപ്പിൻ്റെ മറ്റൊരു സാക്ഷ്യമുള്ളത്, എൻ്റെ ജോലി സംബന്ധമായി ടീച്ചർ വെരിഫിക്കേഷന് വേണ്ടി ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് എൻ്റെ യോഗ്യതകൾ അനുസരിച്ച് ഒരു അപ്രൂവൽ കിട്ടുമോ, മിനിസ്ട്രിയുടെ അപ്രൂവൽ വേണം. മിനിസ്ട്രിയുടെ അപ്രൂവൽ കിട്ടുമോ എന്ന് സഹപ്രവർത്തകരൊക്കെ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉടമ്പടി ഉപ്പ് അപ്ലൈ ചെയ്ത് എൻ്റെ ആപ്ലിക്കേഷനും ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തു. അതിന് മിനിസ്ട്രിയുടെ വെരിഫിക്കേഷൻ ലഭിക്കുകയും എനിക്ക് ടീച്ചർ അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു എന്നതും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം എനിക്കൊരിക്കൽ ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ടി വന്നു. അതിൻ്റെ ഒരു ടൈമുണ്ട്, അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഈ അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്തിനുള്ളിൽ എത്തിച്ചേരുമോ എന്നന്ന് സംശയമായിരുന്നു. എൻ്റെ കൂടെ സ്കൂളിൽ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾ എത്തിച്ചേരും, കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ കാശുരൂപം കാണിച്ചു, ഉടമ്പടി കാശുരൂപം. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് വാഹനത്തിലിരിക്കുകയാണ്. യാതൊരു സാധ്യതയുമില്ല എത്താനെന്ന് അവസാനം ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞു. എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. അങ്ങനെ വലിയൊരു ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് അവിടുന്ന് മറ്റൊരു വാഹനം ഞങ്ങളുടെ മുമ്പിലേക്ക് ക്രോസ് ചെയ്ത് കടന്നു പോകുന്നത്. അപ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, അതുവഴി പോകാം, ആ വാഹനത്തിൽ നിന്ന് പിന്തുടർന്ന് നോക്കാം. അങ്ങനെ ആ വാഹനത്തെ പിന്തുടർന്ന് കൃത്യസമയം, ഒരു മിനിറ്റ് പോലും ബാക്കിയില്ലാതപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ട ഓഫീസിൽ, അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ എത്തുകയും കൃത്യമായി വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ ഡ്രൈവർ സുഹൃത്ത് പറഞ്ഞത്, ആ സ്ത്രീയുടെ കാറിനെ പിന്തുടർന്നുകൊണ്ടാണ്, ഏതോ ലേഡിയാണ്, ആ ലേഡിയുടെ കാറിനെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ എനിക്കറിയാം അവിടെ തീർച്ചയായിട്ടും എത്തിച്ചേരാൻ യോഗ്യതകളില്ല, എങ്കിലും പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ദൈവാനുഗ്രഹം എനിക്ക് ലഭിച്ചത്, എൻ്റെ പിറന്നാൾ ദിവസം ജനുവരി 18, 2026 ഞാൻ അവിടുത്തെ പള്ളിയിലിരുന്നു കൊണ്ട് ജപമാല ചൊല്ലുകയായിരുന്നു. അന്ന് രാവിലെ നിത്യസഹായ മാതാവിൻ്റെ ഒരു ചിത്രത്തിന് മുന്നിലിരുന്നു കൊണ്ട്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചതാണ് മറ്റൊരു സാക്ഷ്യം. അതുപോലെ ഈ ജനുവരി 1 എന്നെ ദ്രോഹിച്ച ഒരുപാട് പേരുണ്ട്, എന്നെ ഒരുപാട് രീതിയിൽ ദ്രോഹിച്ച മനുഷ്യർ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചു, അവരോടൊക്കെ ക്ഷമിക്കാൻ സാധിച്ചു. അതുപോലെ എന്നോട് ദൈവം നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു അനുഭവം എനിക്കുണ്ടായി, നിരന്തരം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് 4ാം തവണ ഉടമ്പടി പുതുക്കിയതിന് ശേഷം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും നിസ്സാരമായ വിഷയങ്ങളിൽ പോലും, ഒരു സാധനം വാങ്ങാൻ നമ്മളൊരു കടയിലേക്ക് കയറിയാൽ ആ കടയിൽ നിന്ന് സാധനം വാങ്ങണോ വേണ്ടയോ എന്ന കാര്യം പോലും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വചനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫോണിൽ വചനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ലഭിക്കുമായിരുന്നു. അങ്ങനെ ദൈവവുമായിട്ടൊരു നേർക്ക് നേർ കമ്മ്യൂണിക്കേഷൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, എത്ര നിസ്സാരമാണെന്ന് തോന്നുന്ന മേഖലകളിലും, എത്ര സീരിയസ് ആയ മേഖലയിലും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. എല്ലായ്പ്പോഴും അതങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ എനിക്ക് കിട്ടാറില്ല. അതെനിക്ക് മനസ്സിലാവും കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ചില സമയത്തൊരു ആശയക്കുഴപ്പമോ ഒരു കൺഫ്യൂഷനോ ഒക്കെ എനിക്കും ഉണ്ടാവും. ദൈവം പിണങ്ങുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ചില സമയത്തൊക്കെ. കാരണം എനിക്കൊന്നും അങ്ങനെ ഒരു ദൈവവചനം എനിക്ക് മനസ്സിലാവാറില്ല. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് കൃത്യമായി എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധ അമ്മ ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വഴി, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് ഉപദേശിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരം വചനങ്ങൾ എപ്പോഴും ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതാണ് മറ്റൊരു സാക്ഷ്യം. എൻ്റെ കുടുംബത്തെ ബാധിച്ച ഒരുപാട് വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈപിടിച്ച് നയിച്ച് വലിയ കുടുക്കുകളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സാക്ഷ്യമാണ് എൻ്റെ ജോലി സംബന്ധമായി എൻ്റെ സ്കൂളിൽ നിരവധി ചാലഞ്ചിങ് ആയ സാഹചര്യങ്ങൾ വന്ന സമയത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. ഈ ഒറ്റ കാരണം കൊണ്ട് ഞാൻ കടന്നുപോയ ഒരു വിജയകരമായി കടന്നുപോയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഒരു ടീച്ചർ വർക്ക്ഷോപ്പ്. അവിടെ
മറ്റൊരു പ്രധാനപ്പെട്ട സ്കൂളിൽ എനിക്കൊരു ടീച്ചർ വർക്ക്ഷോപ്പ് ചെയ്യണമായിരുന്നു. ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വർക്ക്ഷോപ്പ് ചെയ്തു കൊടുക്കണമായിരുന്നു. ഒരു 6 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെയാണെങ്കിൽ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ അങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്യുമായിരുന്നു. വളരെ സജീവമായി വർക്ക്ഷോപ്പുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന, സെമിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഒരുപാട് തകർച്ചകൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരികയും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പിന്നോട്ടടിച്ച് ഡിപ്രഷൻ പോലെ ഒരു സാഹചര്യത്തിൽ, ഡിപ്രഷനല്ല എങ്കിലും അതുപോലൊരു സാഹചര്യത്തിൽ ആരുടെ മുന്നിൽ പോലും എത്താതെ ഒതുങ്ങി ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് ഔട്ടായ ഒരവസ്ഥയിൽ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു 0 മൈനസിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു അവസരം എനിക്ക് വരികയാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി പേടിയാണ് ഉണ്ടായത്. ഒന്നത് നിരസിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നോടത് ചെയ്യാൻ പറഞ്ഞത്. അത് ചെയ്തേ പറ്റൂ, അത് നിർബന്ധമാണ്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഒഴിവാവാൻ പറ്റില്ല. ചെയ്താലാണെങ്കിൽ മോശമാവുമെന്ന് എനിക്ക് 100% ഉറപ്പുമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കാര്യം പോക്കാണ്. അപ്പോൾ അവസാനം ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ മെറിറ്റില്ല, മെറിറ്റ് ബിഗ് 0 ആണ്, മൈനസ് പോലും അല്ല, ബിഗ് 0. അപ്പോൾ അവിടെ ഞാൻ ഒറ്റ ഒരു വാക്ക് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എന്നെ ഇതിൻ്റെ അകത്ത് 1.5 മണിക്കൂറാണ്. ഈ 1.5 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തികൾ അത് ഉപകാരപ്രദമായി എൻ്റെ ക്ലാസ്സിൽ നിന്ന് അവർ പറയണം. അങ്ങനെയാണെങ്കിൽ ഞാനിത് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ പ്രസൻറ്റേഷൻ കഴിയുന്നു, ടീച്ചർ വർക്ക്ഷോപ്പ് കഴിയുന്നു. പറഞ്ഞ പോലെ തന്നെ ആ പ്രസൻറ്റേഷനിൽ പങ്കെടുത്തവർ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് വളരെ ഉപയോഗപ്രദമായി ഈ ക്ലാസ് എന്ന് എന്നോട് പറയുകയും ചെയ്തു. അത് ഒരു സാക്ഷ്യമായി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ മറ്റൊരു സാക്ഷ്യമാണ് ഞങ്ങളുടെ ഒരു PTA മീറ്റിംഗ്. വളരെ ഭയത്തോടുകൂടി എല്ലാവരും കണ്ടൊരു മീറ്റിംഗാണ്. പാരൻസ് പരാതി പറയൂ എന്നൊക്കെയുള്ള ഭയം. അവിടെയും ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞേക്കാം, ഇതിൻ്റെ അത് രക്ഷിച്ചു തരണം. അങ്ങനെ അവിടെയും എന്നെ, ആ സ്കൂളിനെ, എൻ്റെ അധ്യാപകരെ, സുഹൃത്തുക്കളെല്ലാവരെയും അന്ന് ഒരു കുഴപ്പവും കൂടാതെ ഏറ്റവും മോശം പറയുമെന്ന് ഞങ്ങൾ കരുതിയ അവസ്ഥയിൽ പാരൻസൊക്കെ വന്നിട്ട് ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോയ ഒരു മീറ്റിംഗായി അത് മാറി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 1-2 പേര് വ്യക്തിപരമായി എന്നോടും വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോയി. മറ്റൊരു സമാനമായ സാക്ഷ്യമാണ് ക്വാളിറ്റി അസസ്മെൻറ്റിൻ്റെ അവിടുത്തെ മിനിസ്ട്രിയുടെ സന്ദർശനം. യുദ്ധ സാഹചര്യത്തിൽ, ഗൾഫിൽ നടക്കുന്ന യുദ്ധം നമുക്കറിയാമല്ലോ, യുദ്ധ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ക്ലാസ്സുകൾ മാറി. അപ്പോൾ ആ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ വിജയകരമായിട്ടാണോ നടക്കുന്നത് എന്നറിയാൻ വേണ്ടി മിനിസ്ട്രിയുടെ വിസിറ്റ് ഉണ്ടാവും. ആ സമയത്ത് ഇതുപോലെ തന്നെ സ്കൂളിൽ ഞാൻ നേരിട്ട് ചെന്നിട്ടാണ് അവിടെ ക്ലാസ് എടുത്തത്. കാരണം ആ സമയത്ത് അതായിരുന്നു എനിക്ക് സൗകര്യം. എൻ്റെ അടുത്ത് അതിനുള്ള ഒരു സ്വന്തമായി അതിനുള്ളൊരു സാങ്കേതികത എൻ്റെ അടുത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ഡിവൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്കൂളിൽ പോയി അവിടുത്തെ ലാബിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ഒപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് മിനിസ്ട്രിയുടെ വിസിറ്റിൻ്റെ ദിവസം ക്ലാസ് എടുത്തത്. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ അന്ന് ഒരിക്കലും സംഭവിക്കാത്തതുപോലെ ഈ ഒപ്പിട്ട് പ്രാർത്ഥിച്ച അതേ കമ്പ്യൂട്ടർ അന്ന് ഷട്ട് ഡൗൺ ആയിപ്പോയി ക്ലാസ് എടുക്കുന്നതിനിടയിൽ. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിനു മുമ്പ് പല സാക്ഷ്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഒപ്പിട്ട് പ്രാർത്ഥിച്ച് ഒരു കാര്യം ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ അതിലും നല്ല വഴികൾ ദൈവം തുറക്കുമെന്ന് എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട്. അത് കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു അനുഭവം. അപ്പോൾ അതുപോലെ തന്നെ ഒരു അനുഭവമായിരുന്നു ഇത്. തൊട്ടടുത്ത് വേറൊരു കമ്പ്യൂട്ടർ ഞാൻ ഓണാക്കി വെച്ചിരുന്നു വെറുതെ. അങ്ങനെ അതുപയോഗിച്ച് പെട്ടെന്ന് തന്നെ ക്ലാസ് റെസ്യൂം ചെയ്തു, ക്ലാസ്സുകൾ പൂർത്തിയാക്കി. എന്ന് മാത്രമല്ല, ആ BQA വിസിറ്റിൽ, ആ ക്വാളിറ്റി അസസ്മെൻറ്റിൻ്റെ വിസിറ്റിൽ ഞങ്ങളുടെ സ്കൂളിന് വളരെ പോസിറ്റീവായ, സാറ്റിസ്ഫാക്ടറി എന്നുള്ള റിവ്യൂ ലഭിക്കുകയും ചെയ്തു എന്നതും സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ. ഞാൻ കാരുണ്യപ്രവർത്തനമായിട്ട് സാമ്പത്തിക സഹായം നൽകാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എൻ്റെ പരിമിതമായ അവസ്ഥയിൽ ഇല്ലായ്മയിൽ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ യുദ്ധസമയത്ത് പരിഭ്രാന്തിയിലായിപ്പോയ സുഹൃത്തുക്കളെ വിളിച്ച് ആശ്വസിപ്പിക്കാൻ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. അതുപോലെ എനിക്ക് പറ്റുമ്പോഴൊക്കെ എൻ്റെ വിദ്യാർത്ഥികളോട് കാരുണ്യത്തോടെ പെരുമാറുക, ആവശ്യത്തിന് അവർക്ക് സംശയ ദൂരീകരണം, നിവാരണം ചെയ്തു കൊടുക്കുക, ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആശുപത്രികൾ സന്ദർശിക്കുക, രോഗികളെ നേരിട്ട് കണ്ട് പത്രം കൊടുത്ത് എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, സോഷ്യൽ മീഡിയയിലൂടെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത് നേരിട്ട് ആൾക്കാരോട് കാര്യം പറയുക എന്നുള്ളതാണ്. അത് എനിക്ക് ചെയ്യാൻ സാധിച്ചു. നേരിട്ട് ഫോൺ വഴിയും നേരിട്ടും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും പരിചയമുള്ളവരോടും ഒക്കെ ഈശോയെക്കുറിച്ചും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ദൈവം നേരിട്ട് വന്നു എന്നുള്ളതും
അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഈ മരിയൻ ഉടമ്പടിയെക്കുറിച്ചും എനിക്ക് പറയാൻ സാധിച്ചു. അതിൽ കുറച്ചു പേരെങ്കിലും ഉടമ്പടി എടുക്കാൻ തയ്യാറായി വളരെ താല്പര്യത്തോടെ മുന്നോട്ട് വന്നു. അതിൽ ഒരാൾ ഓൾറെഡി നിരവധി തവണ എൻ്റെ സുഹൃത്ത് ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. മറ്റ് 2 പേർ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിലൊരാൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. അങ്ങനെ എന്നാൽ കഴിയും വിധം പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു വരും. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ജീവിതത്തിലെ ദൈവാനുഭവങ്ങൾ, ദൈവം ഇത്രയും ടാഞ്ചിബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് മനസ്സിലായത് അതിന് ശേഷമാണ്. എൻ്റെ ജീവിതത്തിൽ എന്താണ് ക്രിസ്തുവിൻ്റെ വഴിയെന്ന് മനസ്സിലാക്കി തന്നത് പരിശുദ്ധ അമ്മയാണ്. അമ്മയാണ് ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് എന്നെയും എൻ്റെ കുടുംബത്തെയും. എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഒരുപാട് സാക്ഷ്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അത് അടുത്ത തവണ പറയാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അനുലാൽ എസ് കണ്ണൂർ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. നിരവധിയായ ദൈവാനുഗ്രഹങ്ങളോടുകൂടിയാണ് എൽത്താനയ്ക്ക് മുമ്പിൽ തൻ്റെ മരുടമ്പടി അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് മുമ്പിൽ രേഖപ്പെടുത്തുക. നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ എപ്രകാരം പരിശുദ്ധ അമ്മയുടെ ഇടപെടലും അനുഗ്രഹങ്ങളോടുകൂടി മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് അനുലാലിൻ്റെ വാക്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തിലാണ് ആരംഭിക്കുന്നത്. അതിശക്തമായ പിത്താശയ കല്ല് സംബന്ധമായ വേദനയാണെങ്കിലും അതുപോലെ തന്നെയാണെങ്കിലും സ്പീനൽ എൻലാർജ് സംബന്ധമായ സുഖമാണെങ്കിലും അത് ശക്തിമായ വേദനയോടുകൂടിയാണ് മുമ്പോട്ട് പോയെങ്കിലും അത് ജപമാല റാലിയോട് പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശു വരച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴും അത് രോഗസൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ അനുലാലിന് ലഭിക്കുക ചെയ്യുന്നുണ്ട്. അതേ തുടർന്നാണെങ്കിലും വിദേശത്ത് ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു അധ്യാപകനായിട്ടിരിക്കുമ്പോൾ തുടർച്ചയായിട്ട് സംസാരിക്കേണ്ട അവസ്ഥ വരുമ്പോഴും അവിടെയെല്ലാം പലർക്കും കൂടെയുള്ളവർക്കൊക്കെ ത്രോട്ട് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടു കൂടി വലിയ അനുഗ്രഹത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുവാനും യാതൊരുവിധമായ അസുഖങ്ങളൊന്നും വരാതെ കണ്ട പരിശ്രമ അനുഗ്രഹത്താൽ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിലും തുടർന്ന് നമ്മൾ കേൾക്കുക ദൈവ അനുഗ്രഹങ്ങൾ തന്നെയാണ്. ഒരു ഫിംഗർ പ്രിൻ്റ് വെരിഫിക്കേഷൻ വേണ്ടി പോകുമ്പോഴത്തേക്കും എപ്രകാരം അവരറിയാത്ത ഒരു വാഹനത്തിലൂടെയും ഒരു ലേഡിയിലൂടെയും അവർക്കൊരു ബ്ലോക്കിൽ നിന്ന് മുമ്പോട്ട് പോകാനുള്ളൊരു വഴി തുറന്നു കൊടുക്കുകയും അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് തൻ്റെ അധ്യാപക മേഖലയെ സംബന്ധിക്കുമ്പോൾ ഒരു വർക്ക്ഷോപ്പ് കൂടെയുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എടുത്ത ക്ലാസ് അവർക്ക് ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കാൻ തക്ക രീതിയിൽ ഒരു സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ കേൾക്കാനായിട്ട് ഇടയാക്കി ചെയ്തത്. അതോടൊപ്പം തന്നെയാണെങ്കിലും മുമ്പോട്ട് പോകുമ്പോഴത്തെ നിരവധി അനുഗ്രഹങ്ങൾ കൊണ്ടാണ് പരിശുദ്ധമ്മ അനുവിൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും അനുലാലിനെയും കുടുംബത്തെയും മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും നിരവധിയായ നിയോഗങ്ങളും പ്രാർത്ഥനകളുമായിട്ട് കടന്നു വരുമ്പോൾ നമ്മളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.